എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, എൻ്റെ അലോട്ട്മെൻറ്റിന് കൊടുത്ത മൊബൈൽ നമ്പർ ഞാൻ മറന്നുപോയി, അപ്പോൾ ഇനി എന്താണ് ചെയ്യുക, എനിക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ മറന്നുപോയല്ല, ചിലപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോയി, അപ്പോൾ എന്താണ് ചെയ്യുക, അപ്പോൾ എനിക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റത്തില്ലേ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, യൂണിഫോം വാങ്ങിക്കേണ്ടതായിട്ടുണ്ടോ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ എനിക്ക് മറ്റൊരു സ്കൂളിലേക്ക് വേണം, അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ യൂണിഫോം വാങ്ങണോ, അതുപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണോ, അതായത് ഈ ഒരു +1 ക്ലാസ്സിൽ ഞാൻ ഈ ഒരു ജൂൺ 18-ാം തീയതി മുതൽ നാളെ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സിൽ പോവേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ മറന്നുപോയി. അപ്പോൾ ഒരു വിദ്യാർത്ഥി അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ ആ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ മറന്നുപോയി എന്നല്ല, മറന്നുപോയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മൊബൈൽ നമ്പർ കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു, അതായത് ചിലപ്പോൾ ആ ഒരു നമ്പർ ബ്ലോക്ക് ആയതാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് ആ ഒരു മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് തിരിച്ച് കിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങൾ അപേക്ഷ കൊടുത്താൽ മതി. അതായത് നിങ്ങളോട് സ്കൂളിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് നിങ്ങളോട് ടീച്ചേഴ്സ് പറയും, ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അപേക്ഷിക്കുന്നവർ അപേക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ സ്കൂളിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കിട്ടിയാൽ അതിൽ നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫർ ആണെന്ന കാര്യം കൃത്യമായിട്ട് അതിൽ പൂരിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ കോഴ്സിൻ്റെ കോഡ്, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, അതായത് പുതിയ ഫോൺ നമ്പർ ഏതൊക്കെയാണ് അത് എന്നിവ നൽകുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും, അത് കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതായത് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ആഗ്രഹിക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഡിക്ലറേഷൻ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങളും ഒപ്പിടണം, അതുപോലെ നിങ്ങളുടെ പാരൻറ്റും ഒപ്പിടണം, അത് നിങ്ങളുടെ രക്ഷിതാവും അതിൽ ഒപ്പിടണം. കാരണം നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നത് എന്നുള്ളതിന് ആ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ്. കാരണം അഥവാ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങളും നിങ്ങളുടെ പാരൻറ്റും സിഗ്നേച്ചർ ഇടണം. അതിനുശേഷം തൊട്ടടുത്ത ദിവസം സ്കൂളിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ഫോം കൊടുക്കണം, അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഫോം സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുക. അപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫറിനുള്ള ആപ്ലിക്കേഷൻ ഓഫീസിൽ കൊടുത്തിട്ട് ആ ഒരു സ്കൂളിലെ അഡ്മിൻ യൂസറിൽ നിന്ന് കൃത്യമായിട്ട്, അതായത് ഈ ഒരു സ്കൂളിൽ ഒരു അഡ്മിൻ യൂസർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് OTP കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നാൽ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു OTPയുടെ ആവശ്യമൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾക്ക് അതിൽ പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളുടെ പാരൻറ്റിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെയും സിഗ്നേച്ചർ കൃത്യമായിട്ട് ആ ഒരു ഫോമിൽ രേഖപ്പെടുത്തുക. അതുപോലെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ട്രാൻസ്ഫർ ആണ്. ഈ ഒരു ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് സ്കൂൾ ടു സ്കൂൾ ട്രാൻസ്ഫർ കൊടുക്കാം. അതുപോലെ സെയിം സ്കൂളിൽ നിങ്ങൾ നിലവിലൊരു എന്ന സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് വേണമെങ്കിൽ കോഴ്സ് മാറാതെ ട്രാൻസ്ഫർ കൊടുക്കാം. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഏതൊക്കെയാണെന്ന് പറയാം. അതായത് നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ട്രാൻസ്ഫറിനായിട്ട് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രാൻസ്ഫർ ആണ്. ഫസ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാം. അതുപോലെ തന്നെ അതായത് കോഴ്സിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് മാറാം. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറാം. അത് കോഴ്സ് മാറുന്നില്ല, അടുത്തതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുക്കാം. ഈ ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോമ്പിനേഷൻ, നിങ്ങളിപ്പോൾ +1 ഇന്ന സ്കൂളിൽ ഇന്ന കോഴ്സിന് കിട്ടണം എന്നുള്ള രീതിയിൽ ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. അല്ലാതെ ഇത്ര മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കോമ്പിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ട്. അതാണ് ഈ ഒരു സ്കൂൾ മാറാം, അതുപോലെ തന്നെ കോഴ്സ് മാറാം, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മാറാം, അത് ജില്ല കൂടി മാറാം.
അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും കോഴ്സ് മാറാം, കോഴ്സിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് മാറാം. അപ്പോൾ ഇത് ഓൾറെഡി ഫസ്റ്റ് ട്രാൻസ്ഫറിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും കോഴ്സ് മാറാതെ മറ്റൊരു സ്കൂളിലേക്ക് മാറാം. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാം. അതാണ് ഈ ഒരു രീതിയിലുള്ള 3 ട്രാൻസ്ഫറാണ് ഫസ്റ്റ് ട്രാൻസ്ഫറിൽ വരുന്നത്. എന്നാൽ സെക്കൻഡ് ട്രാൻസ്ഫറിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുന്നത് നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്ന് മറ്റൊരു ജില്ലയിൽ, അതായത് മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകത. അതായത് ആദ്യത്തെ ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് കോഴ്സുകൾ മാറാം, ആ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സുകളിലേക്ക് മാറാം. അതുപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ മാറാം. നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പ്രകാരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എ എന്നൊരു സ്കൂളിലാണ് അഡ്മിഷൻ നേടിയത്. എനിക്കിപ്പോൾ എ എന്ന സ്കൂളിൽ തന്നെ എ എന്ന കോഴ്സിലേക്ക് എന്ന സ്കൂളിൽ തന്നെ എനിക്ക് ഇപ്പോൾ ആദ്യം കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണ്. എനിക്ക് ബയോളജി സയൻസിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഒരു സെയിം സ്കൂളിൽ തന്നെ എനിക്ക് ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അതേസമയം എനിക്ക് ചില വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറാനായിട്ട് ആഗ്രഹമുണ്ടാകും. അതായത് ഇവിടെ കിട്ടിയ ഹ്യൂമാനിറ്റീസ് തന്നെ ഇവിടെ തന്നെ മതി എന്നുള്ള രീതിയിൽ ഓപ്ഷൻ വെക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക്, അതായത് ഈ ഒരു ബി എന്ന സ്കൂളിൽ തന്നെ ഇവിടെ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, എന്നാൽ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് കൊമേഴ്സോ അല്ലെങ്കിൽ സയൻസോ അല്ലെങ്കിൽ ബയോളജി സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഈ ഒരു വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് മാറേണ്ടതായിട്ട് വരും. ഇതാണ് ഒന്നാമത്തെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു 3 തരത്തിലുള്ള ട്രാൻസ്ഫർ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു എ എന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക്, അതായത് മറ്റൊരു ജില്ലയിലെ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വിവിധ തരത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻ മാറ്റി മാറ്റി വെക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമാണ് ഈ ഒരു 2 ട്രാൻസ്ഫറുകൾ തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തെ ട്രാൻസ്ഫറിൽ മറ്റൊരു ജില്ലയിലേക്ക് കൂടി വെക്കാൻ പറ്റുമെന്നുള്ളതാണ് ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ HSKP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ HSKP വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഒരു SWS, ക്യാൻഡിൽ ലോഗിൻ SWS, അതുപോലെ തന്നെ ക്യാൻഡിൽ ലോഗിൻ MRS, അതുപോലെ ക്യാൻഡിൽ ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള 3 ലിങ്കുകൾ വഴി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിങ്കിലൂടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായിരിക്കും, അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട അതുപോലെ തന്നെ അതായത് ഒരു കമ്മ്യൂണിറ്റി കോട്ട അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറ്റുമോ? അത് ഒരിക്കലും പറ്റുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ നിങ്ങൾ ഏത് കോട്ടയിലാണോ അഡ്മിഷൻ നേടിയത് ആ ഒരു കോട്ടയിൽ സെയിം സ്കൂളിൽ മറ്റൊരു കോഴ്സിൽ വാക്കൻസി ഉണ്ടെങ്കിൽ അങ്ങനെ കോഴ്സ് മാറുന്നതിനായിട്ടുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. അതിനായിട്ട് നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാളിനോട് ആ ഒരു അപേക്ഷ കോഴ്സ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ എന്നാൽ നിങ്ങൾക്ക് സ്കൂളോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ മാറുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു ജില്ലയിലേക്ക് മാറാൻ സാധിക്കും, എന്നാൽ ഒരു +1 സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ അപേക്ഷിച്ചും അങ്ങനെ മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു യൂണിഫോമിൻ്റെ കാര്യം. യൂണിഫോം നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ക്ലാസ്സിന് പോകണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്ലാസ്സിന് കൃത്യമായിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അഥവാ ട്രാൻസ്ഫർ എങ്ങാനും കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ സീറ്റിൽ തന്നെ നിങ്ങൾ തുടർന്ന് വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹാജർ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ പോയിട്ട് പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു HSKP വെബ്സൈറ്റിൽ ആ ഒരു ട്രാൻസ്ഫറിന് മുമ്പായിട്ട് ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വാക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ വാക്കൻസി ലിസ്റ്റിൽ ചില സ്കൂളിൽ വാക്കൻസി ഇല്ലാത്ത കോഴ്സുകൾക്ക് 0 എന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്കൻസി ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 0 എന്നുള്ള വാക്കൻസി കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. കാരണം ആ ഒരു സീറ്റിലുള്ള അതായത് ആ ഒരു കോഴ്സിൽ ആ ഒരു സ്കൂളിലുള്ള വിദ്യാർത്ഥി ട്രാൻസ്ഫറുമായി വേറെ ഏതെങ്കിലും കോഴ്സിലേക്കോ സ്കൂളിലേക്കോ മാറുകയാണെങ്കിൽ അവിടെ വാക്കൻസി 0 എന്നുള്ളത് 1, 2, 3 ഈ രീതിയിൽ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 0 വാക്കൻസിയുള്ള സ്കൂളുകളും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം വാക്കൻസി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്നത്, അപ്പോൾ ആ ഒരു സ്കൂളിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, എനിക്കിപ്പോൾ ഈ ഒരു എ എന്ന സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത്, എനിക്ക് ബി എന്ന സ്കൂളിൽ അഡ്മിഷൻ നേടാനാണ് ആഗ്രഹം. അതായത് എനിക്ക് ഈ ഒരു സ്കൂൾ താല്പര്യമില്ല, എന്നാൽ ബി എന്ന സ്കൂളിൽ അഡ്മിഷൻ നേടാനാണ് താല്പര്യം. എനിക്കെന്നാൽ ബി എന്ന സ്കൂളിൽ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്, എന്നാൽ എനിക്ക് പുതുതായിട്ട് കിട്ടുന്ന സ്കൂളിൽ ബയോളജി സയൻസ് ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് കിട്ടിയാലും പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അങ്ങനെ ഓപ്ഷൻ വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഓപ്ഷൻ വെക്കാം. ഒരു സ്കൂളിൽ തന്നെ ഒന്നിലധികം കോഴ്സുകളിലേക്ക് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് അപേക്ഷ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ പിന്നീട് എഡിറ്റ് ചെയ്യാനോ പറ്റുന്നതല്ല. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ഞാൻ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ വെച്ച് എനിക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ സീറ്റ് ഇവിടെ നഷ്ടപ്പെടും,
പിന്നീട് പുതുതായിട്ട് കിട്ടിയ ഈ ഒരു സീറ്റിലേക്കും എൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കാം. അതേസമയം എനിക്കിപ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, എന്നാൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ സീറ്റ് അവിടെ തന്നെ ഉണ്ടാകും, എനിക്കിവിടെ അഡ്മിഷൻ ഉണ്ടായിരിക്കും. അത് നഷ്ടപ്പെടുന്നതല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആദ്യത്തെ സീറ്റ് നഷ്ടപ്പെടുകയുള്ളൂ. അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് വരുന്നതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു ചുവപ്പ് കളറിലാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWSO അല്ലെങ്കിൽ MRSO സ്പോർട്സ് ഒന്നും പറഞ്ഞുണ്ടാവില്ല, വെറും കാൻഡിഡേറ്റ് ലോഗിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ പാസ്വേഡ് കൊടുക്കുക, ജില്ല കൊടുക്കുക. അപ്പോൾ അത് ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ജില്ല എന്നിവ ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോട്ടയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾ ഏത് കോട്ടയിൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്കിപ്പോൾ സ്പോർട്സ് കോട്ടയിലാണ് കിട്ടിയതെങ്കിൽ ഞാൻ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയുമാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലാണ് SWS വിഭാഗത്തിലാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് കൊടുക്കേണ്ടത്. MRSൻ്റേതാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയുമാണ് കൊടുക്കേണ്ടത്. ഏതിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയത് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയുമാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് OTP ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് OTP വരും. അത് നിങ്ങൾ ആ ഒരു OTP നിങ്ങൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതായത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ അറിയാതെ ആരെങ്കിലും ട്രാൻസ്ഫറിന് കൊടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ OTP സിസ്റ്റം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂളിൽ ഒരു ഫോം കിട്ടും. ആ ഒരു ഫോമുമായി ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അപ്പോൾ സ്കൂളിൽ നിന്ന് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെ ആ ഒരു OTPയുടെ പ്രോബ്ലം വരുന്നില്ല. കാരണം ഓൾറെഡി നിങ്ങൾ ഓതറൈസ് ചെയ്തിട്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതായത് നിങ്ങളതിൽ നിങ്ങളുടെയും നിങ്ങളുടെ പാരൻറ്റിൻ്റെയും സിഗ്നേച്ചർ ഇടുന്നുണ്ട് ട്രാൻസ്ഫറിനായിട്ട് കൊടുക്കുന്നതിനായിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ആപ്ലിക്കേഷനിൽ അത് ഒരു തെളിവാണ് നിങ്ങളാണ് ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ വഴി കൊടുക്കുന്നതിന് ഈ ഒരു OTPയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടാണ് കൊടുക്കുന്നതെങ്കിലാണ് ഈ ഒരു രീതിയിൽ OTP വരുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് OTP വരുന്നില്ല എങ്കിൽ, അതായത് മൊബൈൽ നമ്പർ അറിയില്ല, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്കാണ് ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ സ്കൂളിൽ നിന്ന് അത് കൊടുത്തോളും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് OTP വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ OTP കൃത്യമായിട്ട് ആ ഒരു പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേജിലേക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വരും. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. അതിനുശേഷം ഏത് കോഴ്സിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഓപ്ഷൻസ് നൽകാനുള്ള ഭാഗം. അപ്പോൾ ഇവിടെ ലാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓപ്ഷൻ്റെ സ്ഥാനം കൊടുത്തിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സ്കൂളിൻ്റെ പേര് വരും. അതുപോലെ അവിടെയുള്ള കോഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് വരും. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് ബട്ടൺ ഉണ്ടാകും. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ ആ ഒരു നൽകിയിട്ടുള്ള ഓപ്ഷൻ താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂൾ, അതുപോലെ തന്നെ കോഴ്സ്, അതുപോലെ തന്നെ ഇവിടെ ഡിലീറ്റ്, അതുപോലെ തന്നെ അപ്ഡേറ്റ് അല്ല എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ നമ്പർ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഇവിടെ വീണ്ടും, അതായത് വീണ്ടുമല്ല, ഇവിടെ വീണ്ടും ആ ഏത് സ്കൂളാണോ പുതുതായിട്ട് വേണ്ടത്, സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സാണെങ്കിൽ വീണ്ടും ആ സ്കൂൾ കോഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഏത് കോഴ്സിലേക്കാണോ വേണ്ടത് ആ ഒരു കാര്യം കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് 1, 2, 3 ഈ രീതിയിൽ ആഡ് ആവുന്നതാണ്. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതിന് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷനുകളൊക്കെ നൽകി നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും കൊടുത്തു. ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള ഡിലീറ്റ് വേസ്റ്റ് ബിൻ ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ എഡിറ്റ് ചെയ്തും ഓപ്ഷൻ്റെ ആ ഒരു എന്തെങ്കിലും കോഴ്സോ മറ്റോ മാറ്റണമെങ്കിൽ ആ ഒരു മാറ്റാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതല്ല കൊടുത്തിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷനും കറക്റ്റാണ്. നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് കൊടുക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് എനിക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഇപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ്, അതിന് താഴെ 5, 6, 7 ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. അത് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ കൊടുക്കുന്നതിനും പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സ്കൂളിലേക്കും കോഴ്സിലേക്കും നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാൻ ട്രാൻസ്ഫർ കിട്ടിയാൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും കൊടുത്തു. ഇനി യാതൊരുവിധ എഡിറ്റും ചെയ്യേണ്ടതില്ല, അതുപോലെ പുതിയ ഓപ്ഷനും ആഡ് ചെയ്യേണ്ടതില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതിനുശേഷം ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കൃത്യമായിട്ട് അവിടെ മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആര് കിട്ടിയ ആ ഒരു സ്കൂളിലേക്ക് ഞാൻ മാറുമെന്ന് ഉറപ്പ് നൽകുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൻ
മകൾ ഉറപ്പ് നൽകുന്നു എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് പ്രകാരം ഡിക്ലറേഷൻ ചെയ്യുന്നു. അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ ഒരു ക്യാൻസൽ ബട്ടൺ ഉണ്ടാവും. നിങ്ങളിപ്പോൾ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്ത ക്യാൻസലാണ് ക്ലിക്ക് ചെയ്യുമെങ്കിൽ നേരെ ബാക്കായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകും. അതേസമയം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആവും. അപ്പോൾ അങ്ങനെ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. ഇതിനുശേഷം നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിനുശേഷം ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ട്രാൻസ്ഫർ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തും ഇതേ രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ജില്ല കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് എവിടെയാണോ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നീട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കാം. അതേസമയം ചില വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാത്തത് കാരണം നിലവിലെ സീറ്റിൽ തന്നെ തുടരാനായിട്ട് അവിടെ തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. പിന്നീട് ആവശ്യമെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല, സെക്കൻഡ് ട്രാൻസ്ഫറിനാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അവിടെ അടുത്ത പേജിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ അതിൽ റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും കിട്ടിയ വിദ്യാർത്ഥികൾക്കും അത് കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് സെയിം സ്കൂളിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാൻ സെയിം സ്കൂളിൽ ഹ്യൂമാനിറ്റീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൽ ബയോളജി സയൻസിലേക്കാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ബയോളജി സയൻസിലേക്ക് കൊടുത്ത് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസ് ഉണ്ടാകും. അപ്പോൾ ആ എക്സ്ട്രാ ഫീസ് ഞാൻ അടക്കും. അതിനുശേഷം അവിടെ എൻ്റെ ആ ഒരു അഡ്മിഷൻ കൺഫേം ആയി. ഇനി അടുത്തത് എനിക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് നിലവിൽ എനിക്ക് ഇവിടുത്തെ ആ ഒരു സീറ്റ് പോയത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ മാത്രമാണ് അഡ്മിഷൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നും എൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു തരും. അപ്പോൾ ഇവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ പോയിട്ട് ഞാൻ അഡ്മിഷൻ നേടുന്നു. അപ്പോൾ ഇത്ര മാത്രമാണ് ഉള്ളൂ ഈ ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു യൂണിഫോം നിങ്ങൾ ട്രാൻസ്ഫർ മറ്റൊരു സ്കൂളിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് കിട്ടുന്ന സമയത്ത് PTA ഫണ്ട്, PTA ഡൊണേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് തരുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് തന്നിട്ടുള്ള റെസിപ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.